സചേതന വിസ്മയങ്ങളുടെ മായക്കാഴ്ചകളാണ് ചാനലുകളിൽ. മറ്റൊന്നും നോക്കാതെ മത്സരിക്കുന്ന വിവിധ സംപ്രേക്ഷണങ്ങൾക്കിടയിൽ മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയാണ് പവർ വിഷൻ. വലിയവനായ ദൈവം വഴി നടത്തും എന്ന വിശ്വാസത്തോടെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും വിശ്വാസത്തിൻ്റെയും വഴികളിൽ പ്രകാശം പരത്തുകയാണ് പവർ വിഷൻ. ദൃശ്യവിരുന്നുകളിലൂടെ സുവാർത്ത ലോകമെങ്ങും എത്തിക്കാനുള്ള ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് പരിമിതികളുടെ നടുവിലും പതറാതെ ആരംഭം കുറിച്ചിരിക്കുകയാണ് പവർ വിഷൻ TV ചാനൽ. അല്പകാലം കൊണ്ട് വ്യാപകമായ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ തുടർന്നും നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. Here's a channel that educates, entertains, empowers, enlightens, with you always. നന്മ നിറഞ്ഞ പ്രഭാതങ്ങളെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്ന വചനവിചിന്തനങ്ങൾ, അതിഥികളായി എത്തുന്ന പ്രമുഖരുടെ ജീവിതാനുഭവങ്ങൾ പാസ്റ്റർ KC ജോൺ സ്വതസിദ്ധമായ ശൈലിയിൽ ആകർഷകമായി അവതരിപ്പിക്കുന്നു. ഡെയിലി പവർ. കുറച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു പ്രധാന ഡോക്ടർ പുറത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ദൈവത്തിന് എന്തോ പ്രത്യേകതയുണ്ടല്ലോ. പീഡിയാട്രീഷ്യൻസ് അവിടെ നിന്ന് ഇങ്ങനെ അത്ഭുത സ്തബ്ധരായിട്ട് നിന്ന് പോയി. ഞാൻ പറഞ്ഞു, അതൊന്നും കൊണ്ടല്ല, ഇവിടെ ഒരു കുഞ്ഞ് മാതാപിതാക്കളും വിഷമിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ മകൾക്ക് വേണ്ടിയല്ല. അപ്പം ദൈവം എൻ്റെ മകളുടെ കാര്യം നോക്കിയെന്നുള്ളത്. ദൈവവചന പ്രഘോഷണം നടത്തുമ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മളൊരു ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി വില ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിടുന്ന പ്രതിഫലം ലൗകികമായ സമാധാനമല്ല, ആന്തരികമായ സമാധാനം. അലൗകികമായ ഒരു സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ കൃപ, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നു. അതൊരു ഗ്രേസാണ്. ആ ഗ്രേസ് നമുക്ക് കിട്ടുന്നു. അതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ആത്മാവിന്റെ ആഴങ്ങളിൽ ദൈവഭക്തിയുടെ അനുരണനകൾ ഉളവാക്കുവാനുതകുന്ന സന്ദേശം. ദൈവസ്നേഹം, മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ വലിയ കരുതൽ. മധുരതരമാണ് പാസ്റ്റർ KA എബ്രഹാമിന്റെ ഈ സ്നേഹവിരുന്ന്, ഹെവൻലി മന്ന. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്നത് ആരോടാണോ ആ വ്യക്തിയുമായി ഹൃദയപൂർവ്വമായ ഒരു ബന്ധമില്ലെങ്കിൽ ആ പ്രാർത്ഥന കേബിളിൽ നിന്ന് കണക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ടെലഫോണിൻ്റെ ക്രോഡൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് തുല്യമാണ്. താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു തൻ്റെ അവസാന തുള്ളി രക്തം വരെയും മാനവരാശിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത് ക്രൂശിനോളം അനുസരണമുള്ളവനായിരുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ക്രിസ്തുവിന് വേണ്ടി ഹൃദയം ആര് തുറന്നു കൊടുക്കുമോ ആ ഹൃദയമാണ് ദൈവത്തിൻ്റെ ശ്രീഭൂമി. ജീവൻ നൽകുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന തിരുവചനത്തിന്റെ പൊരുളഴിയുകയാണിവിടെ. സമാശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും മൃദുസ്പർശവുമായി ലിവിംഗ് വേർഡ്സ്. നീ ക്ഷീണിക്കുമ്പോൾ അവൻ നിനക്ക് ശക്തി നൽകുന്നു. നീ തളരുമ്പോൾ അവൻ നിനക്ക് ബലം നൽകുന്നു. യൗവനക്കാർ ക്ഷീണിച്ചു പോകും, ബാല്യക്കാർ തളർന്നു പോകും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും,
അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. മറ്റു മനുഷ്യരിൽ ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ദൈവത്തെ കണ്ടിട്ടില്ല എന്നാണ്. ഈ വചന കേൾവി കൊണ്ട് ദൈവത്തെ ഈ പന്തലിൽ കാണാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന്. കിന്നരങ്ങൾ, കൈത്താളങ്ങൾ, സ്വർഗീയമായ ശബ്ദമാധുരിയോടെ ഗായക സംഘങ്ങൾ സ്തോത്രഗാനങ്ങൾ ആലപിക്കുന്നു. സ്വർഗം കാതോർക്കുന്നു. പ്രൈസ് ടു ദ ലോർഡ്. സത്യത്തിന്റെ ആത്മാവിലേക്ക് ആകൃഷ്ടരാകേണ്ടവർ, അവർ അനുഭവിക്കുന്ന അസ്വസ്ഥതയുടെ ആഴങ്ങൾ, ചർച്ചയുടെ രൂപത്തിലുള്ള ഈ അപഗ്രഥനങ്ങൾ ദൈവികമായ കാഴ്ചപ്പാടിന്റെ പ്രസക്തിയെപ്പറ്റി യുവജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. യൂത്ത് ആൻഡ് ട്രൂത്ത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സമൂഹത്തിന് കൊള്ളാകുന്ന ഒരു പൗരനായിട്ട് അവരെ വളർത്തിയെടുക്കണം എന്നുള്ളതായ ആ ലക്ഷ്യം മാറിയിട്ട് ഒരു പ്രൊഫഷണലായി തീരുക. നവാഗതരായ ഗായകർ, സംഗീത പ്രതിഭകൾ അവർക്ക് വേദിയൊരുക്കിക്കൊണ്ട് മൈ വോയിസ് അനേകരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നു. മൃദുവാം തലോടലാൽ തെന്നൽ കുളിരിൻ്റെ മാറാപ്പ് ചാർത്തുമ്പോ ദൈവമേ തേടുന്നു ഞാനങ്ങയെ, എന്നുള്ളം അങ്ങേയ്ക്കായി ദാഹിച്ചിതാ. മനസ്സ് നുറങ്ങിപ്പോകുന്ന ദുരനുഭവങ്ങൾക്ക് മുൻപിൽ പതറിപ്പോകാതെ ആത്മബലം ആർജിച്ചെടുക്കേണ്ടതാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് വൈഷമ്യങ്ങളുടെ കാടുകളും മേടുകളും താണ്ടിയ അനുഗ്രഹീത ഗാനരചയിതാക്കൾ അനേകരാണ്. അവരുടെ വരികളിൽ ഹൃദയഭേദകമായ അനുഭവ കഥകളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിശുദ്ധിയിൽ പൂർവാധികം വിളങ്ങിയ ആ കർത്തൃദാസന്മാരുടെ ചങ്കിടിപ്പിന്റെ താളം ഏറ്റുവാങ്ങിയ രചനകൾ. അവയുടെ പശ്ചാത്തലം അതിജീവനം. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ആശ്വാസഗീതങ്ങൾക്ക് ക്രൈസ്തവ ഗാനശാഖയിലുള്ള സ്ഥാനം അദ്വിതീയമാണ്. ജഡമോഹങ്ങളിൽ നിന്നൊക്കെ പിന്മാറി അദ്ദേഹം തൻ്റെ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കി നീതിയുടെ കിരീടത്തിന് അർഹനായിരിക്കുന്നു. നിത്യജീവിത സങ്കടങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ
അദ്ദേഹം എഴുതിയ നിരവധി ഗാനങ്ങൾ നമുക്ക് തുണയായുണ്ട്. ഓരോ തപ്തഹൃദയങ്ങളിൽ നിന്നും ഈ ഗാനവീജികൾ ഉയർന്നു ചെന്ന് സ്വർഗീയ സംഗീതധാരയിൽ ലയിക്കുന്നുണ്ടാവണം. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കൈയിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ആതിഥേയരായ കുടുംബാംഗങ്ങളുടെ ഹൃദ്യമായ പ്രാർത്ഥനാനുഭവങ്ങൾ, കൃതജ്ഞതാ നിർഭരമായ വാക്കുകൾ പ്രേക്ഷകന്റെ ഉൾക്കാഴ്ചകൾക്ക് മിഴിവേകുന്നു. സംഗീത സാന്ദ്രമായ കുടുംബഗീതം. അമ്മച്ചിക്ക് പ്രാർത്ഥനാനുഭവങ്ങളൊക്കെ ഒരുപാടുള്ള ആളല്ലേ? ഇത്രയും പ്രായമായ ഒരു അമ്മച്ചി എന്നുള്ള നിലയ്ക്ക് ചെറുപ്പത്തിലേ അമ്മച്ചി പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതേ ഒന്ന് പറയാമോ അതിനെപ്പറ്റി? പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വന്തമായൊന്നുമില്ല സർവ്വതും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. തിരുസന്നിധിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ദൈവം നടത്തിയ വഴികളെപ്പറ്റി ഉത്തമ ബോധ്യത്തോടെ സംസാരിക്കുന്നു. ആത്മാർത്ഥതയുടെ മുഖമുദ്രയുണ്ട് ഫോക്കസിന്. ഫോക്കസ്. പ്രാരംഭ നാളുകളിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ആരംഭിച്ചതായ ഐക്യ കൂട്ടായ്മ ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ടതായി ദൈവജനങ്ങൾ ഒരുമിച്ച് കൂടി ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം, അതുപോലെ ഒരുമിച്ചുള്ളതായ മറ്റ് പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടത്തുവാൻ കർത്താവ് സഹായിക്കുന്നു. അനുതാപത്തിന്റെ ആത്മാവിൽ ദൈവസ്നേഹത്തെപ്പറ്റി പറയുവാൻ വ്യഗ്രതപ്പെടുന്നവർക്ക് ഐ വിറ്റ്നസ് വേദി ഒരുക്കുകയാണ്. സാക്ഷികളുടെ എണ്ണമില്ലാത്ത പട്ടികയിൽ കണ്ണി ചേർക്കപ്പെടുകയാണ് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നവർ. ഐ വിറ്റ്നസ്. എത്രയും വേഗം സന്തോഷം അനുഭവിക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ എളുപ്പമാർഗം മോഷണമോ പിടിച്ച് അങ്ങനെയുള്ളതായ വിഷയമാണ് ചിന്തയിലേക്ക് വന്നത്. ഞങ്ങൾ 4 കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ചിന്തിച്ചു അതിനെക്കുറിച്ച്. അപ്പം ഈ മയക്കുമരുന്നിൻ്റെ ലഹരിയാണല്ലോ. അപ്പം അങ്ങനെ അവസാനം ചെന്നെത്തിയ ചിന്താഗതി ഇതാണ്: ഒരു സ്ത്രീയുടെ മാല പൊട്ടിക്കാനായിട്ടിടയായി. വേറെ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് പകരം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അതിനൊരു പ്രതിവിധിയും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് എൻ്റെ ഉള്ളിലും ആഗ്രഹമുണ്ട്. എൻ്റെ കൂട്ടുകാരോട് ഞാനത് പറയാനായിട്ടിടയാണ്.